നമ്മുടെ പാമ്പ് മരം മുറ്റമാകെ അലങ്കോലമായി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇവിടെയൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ മുറ്റം അടിപൊളിയാകും. പണ്ട് നല്ല വൃത്തിക്ക് കിടന്നതാണ്. ഇപ്പോൾ അതാ ഫുള്ള് കാട് പിടിച്ചൊരുമാതിരി വൃത്തികേടായി. അതിനി ശരിയാക്കി എടുക്കണം. ഇത് അവക്കാഡോ മരം, അവക്കാഡോ ട്രീയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ തൂക്കിയ 4 ചട്ടികളാണ് ഗൈസ്. അടിപൊളിയല്ലേ? ഞാൻ തൂക്കിയെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് മമ്മ തൂക്കിച്ചത്. നിൽക്കുന്നു വിലത്തി. അടുത്തിനി എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ എന്തോ ആണെന്ന്. എന്ത് എണിയാണോ എന്തോ വരാൻ പോണം. എന്തമ്മാ? ഈ ചെടി എടുത്ത് ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ലോഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യാറ്റ് ഗ്രൂമിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാറ്റ് ഗ്രൂമിങ് എപ്പിസോഡിൻ്റെ സെഷനിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പൂച്ചയുടെ നഖം വെട്ടുക എന്നുള്ളതാണ്. നെയിൽ കട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. വളരെ എളുപ്പമാണ്. അതായത് പൂച്ചയെ പിടിച്ച് വെക്കുക, പൂച്ചയുടെ നഖം ഇങ്ങനെ പിടിക്കുക, വെട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെട്ടാൻ യൂസ് ചെയ്യുന്നത്, നഖം വെട്ടാൻ യൂസ് ചെയ്യുന്നത് 2 സാധനങ്ങൾ വെച്ചാണ്. ഒന്നുകിൽ നമ്മളുടെ നഖം വെട്ടുന്ന ഈ നെയിൽ കട്ടർ, എന്തെന്നറിയാമല്ലോ, ഒന്നുകിൽ ഇത് ഉപയോഗിച്ച് വെട്ടുക, അല്ലെങ്കിൽ പൂച്ചയുടെ നഖം വെട്ടാൻ ഉപയോഗിക്കുന്ന നെയിൽ കട്ടർ. അവിടെ ഒരു കുഞ്ഞു ഹോളൊക്കെ ഉണ്ട്, കണ്ട? ഈ ഹോളുണ്ട്, ഈ ഹോൾ കണ്ട കാണാം. ഈ ഹോളിനകത്ത് പൂച്ചയുടെ കൂർത്ത നഖം ഇങ്ങനെ കയറ്റണം, എന്നിട്ട് വെട്ടണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ രണ്ട് സാധനം ഒന്നുകിൽ എനിക്കൊന്ന് മിക്കവരും വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും. ഇത് മതി നെയിൽ കട്ടർ. അപ്പം നിങ്ങൾ പൂച്ചയ്ക്ക് ഒരു നെയിൽ കട്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നെയിൽ കട്ടർ പിന്നെ നിങ്ങൾ എടുത്ത് വെട്ടരുത്. അത് പൂച്ചയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി മാറ്റി വയ്ക്കണം. ഡ്യൂ ടു അൺഹൈജീനിക് കാരണവശാൽ നിങ്ങളത് മാറ്റി വയ്ക്കണം. കാരണം പൂച്ചയ്ക്ക് വെട്ടുന്ന നഖം, പൂച്ചയുടെ നഖത്തിനിടയ്ക്ക് എന്തൊക്കെ ബാക്ടീരിയസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ നഖം വെട്ടിയാൽ അതേ ബാക്ടീരിയ നമ്മുടെ നഖത്തോട്ട് വരും. അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പം എക്സ്ക്ലൂസീവ്ലി ഫോർ യുവർ ക്യാറ്റ് ഒരു നഖം വെട്ടി എടുത്ത് മാറ്റി വയ്ക്കുക, ഒരു നെയിൽ കട്ടർ മാറ്റി വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ സാമാനം മേടിക്കുക. ഇത് വലിയ കാശൊന്നുമില്ല, വലിയ റേറ്റൊന്നുമില്ല. ഞാൻ ഓൺലൈൻ മേടിച്ചാണ്. ചീപ്പായത്. എത്ര രൂപയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ചീപ്പാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാണ് വെട്ടേണ്ടത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് പൂച്ചയെ പിടിച്ച് വെട്ടുക എന്നുള്ളത്, അതിന് പ്രത്യേകിച്ചൊരു രീതിയൊന്നുമില്ല. ഒരു വിധത്തിൽ പിടിച്ച് വെച്ചങ്ങ് വെട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ സൂക്ഷിക്കുക, നോക്കുക. പൂച്ചയുടെ ആകപ്പാടെയുള്ള 2 ആയുധങ്ങളാണ് പല്ലും നഖവും. അപ്പം ആ ആയുധം ആണ് നമ്മൾ മുറിച്ച് കളയുന്നത്. അതുകൊണ്ട് എല്ലാ പൂച്ചകളും ഇങ്ങനെ കാമായിട്ട് ഇരുന്ന് തരത്തില്ല. ചില പൂച്ചകൾ വയലൻ്റ് ആവും. അപ്പം അത് ഓരോ വീട്ടിലെ ഓരോ പൂച്ചകൾ പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ എൻ്റെ വീട്ടിലെ പൂച്ചയെ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവാറുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം വയലൻ്റ് ആവുന്നു. ചിലപ്പോൾ വയലൻസ് എന്ന് വെച്ചാൽ അങ്ങനെ അള്ളയും പിച്ചയും മാന്തയൊന്നും കടിക്കുകയൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇങ്ങനെ വിളിക്കും, ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ എന്നൊക്കെ വിളിക്കും, ചെറുതായിട്ടൊന്ന് നില വിളിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഈ കൊച്ചു പിള്ളേരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുമ്പം, അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വഴക്ക് കൊടുത്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വിരട്ടിയൊക്കെ ഇരുത്തൂലേ, അതുപോലെ അങ്ങ് ചെയ്താൽ ഒരു 2 വയസ്സുള്ള ഒരു വയസ്സോ 2 വയസ്സോ 3 വയസ്സോ ഉള്ള കൊച്ചിനടുത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതുപോലെ ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. പൂച്ചയ്ക്ക് മനസ്സിലാക്കിയുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കുക നമ്മൾ പറഞ്ഞാൽ പൂച്ചയ്ക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പൂച്ചയ്ക്ക് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ ഹാൻഡിൽ വിത്ത് കെയർ. പിന്നെ നഖമാണ്. നഖം വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് കയറ്റി വെട്ടരുത്, കുറച്ചേ വെട്ടാവും. മനസ്സിലായി? ഒരുപാട് കയറിപ്പോയില്ല. കാരണം പൂച്ചയുടെ നഖത്തിനകത്തൂടെ പൂച്ചയുടെ നെർവ് പോകുന്നുണ്ട്. അപ്പം നമ്മളെ നെർവിൻ്റെ ടിപ്പായിരിക്കും വെട്ടുന്നത്. അത് ബ്ലീഡിങ് ആവും, വലിയ തലവേദനയാവും. അതുകൊണ്ട് ഒരിക്കലും ഒരുപാട് കയറ്റി വെട്ടില്ല. ജസ്റ്റ് ആ ടിപ്പ് മാത്രമേ വെട്ടാവുള്ളൂ. സൂക്ഷിച്ചേ വെട്ടാവും കേട്ടോ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി ഞാനിനി നഖം വെട്ടുന്ന വീഡിയോ കാണിക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് വരാം. ഔ.
ഹലോ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനത്തെ ചില മൽപ്പിടുത്തങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ പൂച്ചകളും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില പൂച്ചകൾ ഇതിനെക്കാട്ടും ഭയങ്കര വയലൻസ് ആയിരിക്കും. ചില പൂച്ചകൾ വെറും പാവം പൂച്ചകളെ ഇരുന്നൊക്കെ തരും. അപ്പം മിലി ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് വയലൻ്റ് ആവും. വയലൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കടിക്കുന്ന പോലെ കാണിക്കും. കടിച്ച് മുറിക്കത്തൊന്നുമില്ല, പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ദി ക്യാറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് പൂച്ചയുടെ നഖം വെട്ടുന്നത്. പിന്നെ ഒരു കാര്യം, വെട്ടുമ്പം ഞാനതിൽ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പൂച്ചയുടെ പോസ് പിടിക്കുക, പോസ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ലൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് നഖം വെളി വരും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പോസ് ഇങ്ങനെ പിടിക്കുക, പിടിച്ചിട്ട് പോസ് ഇങ്ങനെ പിടിച്ചിട്ട് തമ്പ് വെച്ച് മുകളിൽ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് അതിൻ്റെ പാം ഇല്ലേ, പൂച്ചയുടെ ക്ലോസിൻ്റെ അകത്തെ പാമില്ലേ, സോഫ്റ്റ് ഏരിയ ഇല്ലേ, ആ സോഫ്റ്റ് ഏരിയയിൽ നിൽക്കിയാൽ മതി. നിൽക്കുമ്പോൾ അതിൻ്റെ ക്ലോസ്, അതിൻ്റെ നഖങ്ങൾ ഇങ്ങനെ വെളി വരും, ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ അങ്ങനെ ഞെക്കി പിടിച്ചിട്ട് വെട്ടണം. ഓക്കെ. പിന്നെ നഖം വെട്ടുമ്പോൾ ഒരുപാട് നേരം പിടിച്ചു വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ സംഭവം അത് നമ്മൾ ചെയ്യേണ്ട, കാരണം പൂച്ചയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അധികം നേരം അത് എൻ്റർടൈൻ ചെയ്യത്തില്ല. അപ്പം ഒരുപാട് നേരം നമ്മൾ സർക്കസ് കാണിക്കാതെ എത്രയും പെട്ടെന്ന് വയ്ക്കുക. പടപട എന്നും പറഞ്ഞ് വെപ്രാളം കാണിക്കുകയും ചെയ്യില്ല. എവിടെയൊക്കെ വെച്ച് മുറിയും. ഞാൻ ഈ പറഞ്ഞ നഖം കയറ്റി വെട്ടിയാലും പണിയാവും. അതുകൊണ്ട് നഖത്തിൻ്റെ ടിപ്പ് സൂക്ഷിച്ച് നോക്കി പെട്ടെന്ന് വെട്ടുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. പൂച്ചയെടുത്ത് ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആളുകൾക്കത് ഇവന് വട്ടാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ തോന്നുകയോട്ടെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് തരുന്നേ ഉള്ളൂ. എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പൂച്ചയെടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു പിള്ളേരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ ഹാൻഡിൽ ചെയ്യും പോലെ സംസാരിക്കുക, ഇടയ്ക്ക് ചെറിയ വിരട്ടെ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പം വളരെ പെട്ടെന്നും സ്മൂത്തായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ മണ്ടത്തിനായിരിക്കും, നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇങ്ങനെയാണ് പൂച്ചയുടെ നഖം വെട്ടുന്നത്. പൂച്ചയുടെ നഖം നമ്മൾ നിരന്തരമായി വെട്ടിക്കൊടുക്കുക, ക്ലീൻ ചെയ്ത് വയ്ക്കുക, സൂപ്പറാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഗ്രൂമിംഗ് ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു സൂൺ. ബൈ.